ഡയറി എഴുത്ത് എന്ന് കേൾക്കുമ്പോൾ അത് മുതിർന്നവരുടെ ഒരു ശീലമാണ് നമ്മൾ വിചാരിക്കും. എന്നാൽ 1-ാം ക്ലാസ്സിലെ കുരുന്നുകൾ ഡയറി എഴുതിയാലോ? വെറൊരു എഴുത്തല്ല, വരയും വരികളും ഒക്കെ ചേർന്ന് ഒന്നാം തരം കാർട്ടൂൺ ഡയറി. ഇടുക്കി തൂക്കുപാലത്തിന് സമീപം PMGLP സ്കൂളിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളമൊട്ടാകെയുള്ള 1-ാം ക്ലാസ്സുകളിൽ ഹിറ്റായി മാറിയ കാർട്ടൂൺ ഡയറിയുടെ കഥയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കാർട്ടൂൺ ഡയറി എന്ന ആശയത്തിന് പിന്നിൽ 1-ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ രസകരമാക്കാമെന്ന ആലോചനയാണ്. അമ്മയെ വീട് വൃത്തിയാക്കാൻ സഹായിച്ചതും അമ്മ തിരികെ തോളിൽ തട്ടി അഭിനന്ദിച്ചതുമൊക്കെ നവീൻ എന്ന 1-ാം ക്ലാസ്സുകാരൻ ഡയറിയിൽ വരച്ചിട്ടു. ഒപ്പം കുഞ്ഞു സംഭാഷണങ്ങളും. നവീന്റെ ഡയറി കണ്ടതോടെ ക്ലാസ്സിലെ ജിയന്നയ്ക്കും ശിവാനിക്കും മറ്റു കുട്ടികൾക്കും കൗതുകം. അങ്ങനെ എല്ലാവരും വരയിലേക്ക് തിരിഞ്ഞു. ആദ്യം ഞാൻ തന്നെ വരച്ചോണ്ടിരുന്നു. പിന്നെ ടീച്ചറിനെ അറിയാവുന്ന പോലെ വെറുതെ വരച്ചു. പിന്നെ ഞാൻ അതുപോലെ വരച്ചു തുടങ്ങി. മിനു ജിറോം എന്ന അധ്യാപികയാണ് കാർട്ടൂൺ ഡയറി എന്ന ആശയത്തിലെ കുട്ടികളുടെ വഴികാട്ടി. നവീൻ ഒരു ദിവസം അവന്റെ അമ്മയെ വീട് വൃത്തിയാക്കാൻ സഹായിക്കുകയും, ടീച്ചറെ അത് ഞാൻ എങ്ങനെ എഴുതാ, എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ കുഞ്ഞാ നീ മിടുക്കനാ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാ എന്റെ ഡയറിയിൽ എഴുതുക? അപ്പൊ ആ സംഭാഷണം ഒരു വാക്യമായിട്ട് എഴുതുന്നതിൽ നേരിട്ട പ്രയാസത്തിൽ നിന്നാണ് നമ്മൾ കാർട്ടൂൺ ഡയറി എഴുത്തിലേക്ക് വരുന്നത്. ബാലഗ്രാം PMGLP സ്കൂളിൽ നിന്ന് തുടങ്ങിയ കാർട്ടൂൺ ഡയറി ഇന്ന് കേരളത്തിലെ 1-ാം ക്ലാസ്സുകളിലെ അധ്യാപക പരിശീലന മൊഡ്യൂളിലും പ്രവർത്തന കലണ്ടറിലും ഇടം പിടിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച ആശയങ്ങൾക്കുള്ള സർഗാത്മക അധ്യാപക വേദിയുടെ സംസ്ഥാന മികവഴക് പുരസ്കാരവും ഈ കാർട്ടൂൺ ഡയറിക്ക് ലഭിച്ചു. അക്ഷരമുറ്റത്തെ ഈ കുട്ടിപ്പടയുടെ വലിയ ചിന്തകൾക്ക് കാർട്ടൂൺ ഡയറിയിലൂടെ ഇനി കൂടുതൽ തെളിച്ചമേറും. ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.